ഹലോ, എല്ലാവർക്കും സ്വീറ്റ് ആൻഡ് സർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മിൻറ്റ് ലെമൺ സ്ക്വാഷാണ് കേട്ടോ. ചൂടുകാലം അല്ലേ, അപ്പം നമുക്കിത് തയ്യാറാക്കി വെക്കാമെങ്കിൽ വേഗത്തിലെടുത്ത് കുറച്ച് തണുത്ത വെള്ളത്തിലോട്ട് കലക്കി കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാനിലേക്ക് ഞാനൊരു 2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 250 ഗ്രാമിൻ്റെ കപ്പാണ്. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചി അരച്ചെടുത്തതാണ്. 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചെടുത്തതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതേ പാത്രത്തിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തീ കത്തിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊന്ന് അലിഞ്ഞ് നല്ലപോലെ പതഞ്ഞ് വരും. നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ തീ കുറച്ച് വെക്കണം. അപ്പോൾ ഇതുപോലുള്ള പത അങ്ങ് സൈഡിലോട്ട് ഇങ്ങനെ നീങ്ങി വരും. അപ്പോൾ ആ സൈഡിലോട്ട് നീങ്ങി വരുന്ന കട്ടിയായിട്ടുള്ള പത ഇങ്ങ് കോരി മാറ്റണം. അതെന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയുടെയും പഞ്ചസാരയിലേക്കുള്ള അഴുക്കില്ലേ, അതായിരിക്കുമേ അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരുന്നത്. കട്ടിയായിട്ട് വരുന്ന പത നന്നായിട്ട് അങ്ങ് കോരി മാറ്റി കളയണം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് തിളപ്പിക്കാവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പതഞ്ഞിട്ട് വെളിയിൽ വരും. അപ്പോൾ ഇത് നല്ലപോലെ ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇതിനകത്ത് ലയിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിന അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചയ്ക്ക് അരച്ചെടുത്തതാണ്. 1 കപ്പ് അളവിലുള്ള പുതിനയുണ്ട്. അതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിരിക്കുന്നത്. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണമൊക്കെ തിളപ്പിച്ചെടുക്കാം. ഇത് പതഞ്ഞ് ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ കോരിക്കളഞ്ഞ ഉണക്ക സൈഡിൽ ഇങ്ങനെ കട്ടിയായിട്ട് വരുന്ന പത അങ്ങ് കോരിക്കളയണേ. തീ എപ്പോഴും കുറച്ച് വെക്കണം. കുറച്ച് വെച്ച് കഴിയുമ്പോഴാണ് ഈ സൈഡിൽ ഇതുപോണൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതേ ഒരു പരുവത്തിൽ, അതായത് നമുക്കിങ്ങനെ തൊടുമ്പോൾ നമ്മുടെ കയ്യിൽ പരസ്പരം ഒട്ടാത്ത രീതിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു 15 നാരങ്ങ എടുത്തിട്ടുണ്ട്. പിഴിഞ്ഞ നീരാണ് കേട്ടോ ഇത് അരിച്ചതിന് ശേഷമാണ് കേട്ടോ ഓർത്തത്. അരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ എന്തായാലും രണ്ടാമത് ഒന്നുകൂടി ആയിരിക്കും. അപ്പോൾ എന്തിനാ 2 ടൈമിൽ എന്തായാലും അരിക്കും, സാരമില്ല, ഞാൻ ഒഴിച്ചു പോയില്ലേ. അപ്പോൾ ഇത് ഞാൻ കുറേ സമയത്തിന് ശേഷമാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയായി പോയത് ആ പഞ്ചസാരയുടെ ലായനി. പക്ഷെ നമ്മൾ നാരങ്ങാനീര് ചേർത്തത് കൊണ്ട് തന്നെ അത് സിട്രേറ്റ് ഉള്ളതല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതങ്ങ് അലിഞ്ഞിട്ട് നല്ല വെള്ളം പോലെ ആവും കേട്ടോ. ഇതേ പോണക്കാവും. അത് വെള്ളമൊന്നും കൊടുത്ത് ചേർക്കരുത്. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത സാധനമാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. അതിനകത്തുനിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിനകത്തിൽ ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൂടി തരണം. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ. ഇനി ഇതുപോലെ സൂപ്പറായിട്ട് റെസിപ്പിയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.